പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് റഫീഖ്, കുന്മള, ഫ്ലൈ സ്മാർട്ട് ട്രാവൽ, റിയാദ്. എയർലൈൻസിൻ്റെ ബാഗേജിനെ കുറിച്ച് അറിയാവുന്ന ചില വിവരണങ്ങൾ നൽകാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ചില എയർലൈൻസുകൾക്ക് 30 kg 30 കിലോ ബാഗേജ് ആണെങ്കിൽ അത് ഫ്ലൈനാസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, ഫ്ലൈനാസിന് പിന്നെ 30 kg ആണെങ്കിൽ ആ 1 പീസ് 1 ബോക്സ് നിർബന്ധമാണ്. അതുപോലെ 30x1 എന്ന്, ഫോർ എക്സാമ്പിൾ എയർ അറേബ്യ ആണെങ്കിലും അതിനും 1 പീസ് നിർബന്ധമാണ്. പിന്നെ ഇനി അതുപോലെ 30 kg തന്നെ പിന്നെ എയർ അറേബ്യ 30x2 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ 15 2 15 അല്ലെങ്കിൽ ഒരു 10 ഒരു 10 ഒരു 20 അങ്ങനെ 2 പീസാക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, ഫ്ലൈനാസ് ആണെങ്കിൽ 30 kg ആണെങ്കിൽ നിർബന്ധമായിട്ടും 1 പീസ് കൊടുത്തിരിക്കണം. അതുപോലെ 30x1 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് വേണം, പിന്നെ 30 kg ഒരു 1 പീസ് ബാഗേജ് മാത്രമേ പാടുള്ളൂ. അതുപോലെ 40 kg ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്താണ്, 2 പീസാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, 20ൻ്റെ 2 പീസോ അല്ലെങ്കിൽ ഒന്ന് 25ഉം ഒന്ന് 15ഉം അല്ലെങ്കിൽ ഒന്ന് 10ഉം ഒന്ന് 30ഉം അങ്ങനെ എങ്ങനെ ആയാലും 2 പീസായിട്ട് പിന്നെ 40 kg നമുക്ക് ഫില്ലാക്കാം. അതുപോലെ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചില എയർലൈൻസിൽ, ഫോർ എക്സാമ്പിൾ പിന്നെ ഗൾഫ് എയർ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സൗദി എയർലൈൻസ് ആണെങ്കിൽ അതിലൊക്കെ വേറെ എയർലൈൻസും ഉണ്ട്. പിന്നെ ചില യൂറോപ്യൻ എയർലൈൻസ്, അതുപോലെ അമേരിക്കൻ എയർലൈൻസ്, അതിലൊക്കെ കൂടുതൽ എയർലൈൻസിൽ എന്താണ് 1 പീസ് അല്ലെങ്കിൽ 2 പീസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പീസിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് എത്രയാണ്, 23 kg ആണ്. ഇപ്പോൾ ഒരു പീസ് എന്ന് എഴുതിയാൽ അത് 23 kg ഒരു കാർട്ടൂൺ ആക്കണം. ഇനി 2 പീസാണെന്നുണ്ടെങ്കിൽ പിന്നെ 23 kg 2 പീസാക്കുക. ഇനി 3 പീസ് എന്ന് എഴുതി ചിലവർ പർച്ചേസ് ചെയ്തിട്ട് എക്സ്ട്രാ ബാഗ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ അത് 3 പീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 പീസ് എക്സ്ട്രാ ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതാണെന്ന് അഗെയിൻ ഒരു 23 kg കൂടി അതിൽ ആഡ് ചെയ്യാം. പിന്നെ ഒമാൻ എയർവേസ് പോലത്തെ വേറെ എയർലൈൻസുകളാണെങ്കിൽ അതിൽ ചില സമയത്ത് 37 kg ഉണ്ടാവും. 37 kg ആണെങ്കിൽ നമുക്ക് 37 kg ഒറ്റ പീസാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, 30 അല്ല ഒന്നുകിലോ 20 kg ഒരു പീസും 17 kg ഒരു പീസ്, അല്ലെങ്കിൽ 30 kg ഒരു പീസ് 7 kg 1 പീസ്. അതായത് പിന്നെ ഒരു ഓൾമോസ്റ്റ് 1 പീസ് ആണെങ്കിൽ, ഏറ്റവും കൂടുതൽ ആണെങ്കിൽ 30 kg വരെ പോകാൻ പറ്റുള്ളൂ. അത് ഏത് എയർലൈൻസ് ആണെങ്കിലും പിന്നെ നിങ്ങൾ പിന്നെ ബാഗേജ് പാക്ക് ചെയ്യുമ്പോൾ 30 kg വരെ ഒരു പീസിലുണ്ടാകാൻ പറ്റുള്ളൂ. അത് 1 പീസ് 2 പീസ് എന്നുള്ള 23 1 പീസ് 2 പീസ് എന്നുള്ള ആ മെൻഷൻ ചെയ്യുന്ന ആ എയർലൈൻസിൻ്റെ കാര്യത്തിൽ ഇത് എക്സംഷനാണ്. ആ പീസുകളുടെ എണ്ണം മാത്രമേ കൊടുക്കുകയാണെങ്കിൽ അതിൽ 23 മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ 40 kg എന്നാണെങ്കിൽ അല്ലെങ്കിൽ 30 kg എന്നാണെങ്കിൽ അപ്പോൾ 40 kg ഒറ്റ കാർട്ടൂൺ ആക്കാൻ പറ്റില്ല. അതെന്തേ പറ്റുള്ളൂ, 30 kg ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 30 kg ഒരു പീസും പിന്നെ 10 kg ഒരു പീസും, അല്ലെങ്കിൽ 20ൻ്റെ 2 പീസാക്കാം, അല്ലെങ്കിൽ 15 kg 25 kg അങ്ങനെ ആക്കിയാലും പ്രശ്നമില്ല. അതായത് ഓൾമോസ്റ്റ് 1 പീസ് 30 kg വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല, ലിമിറ്റ്. പിന്നെ എബോ 30 ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40 ആണെങ്കിലും 45 ആണെങ്കിലും അല്ലെങ്കിൽ 60 ആണെങ്കിലും അതൊക്കെ എന്താക്കണം, അല്ലെങ്കിൽ 37 ആണെങ്കിലൊക്കെ പിന്നെ എല്ലാവരും എന്ത് വേണം, 2 പീസായിരിക്കണം. അതായത് 40 ആണെങ്കിൽ 20x20, അതേപോലെ ഞാൻ 15x25 അങ്ങനെ, അല്ലെങ്കിൽ 45 ആണെങ്കിൽ ഒന്ന് 20 മറ്റേത് 25 അങ്ങനെ പറ്റും. ചില എയർലൈൻസൊക്കെ ഫോർ എക്സാമ്പിൾ PIA പാകിസ്ഥാൻ എയർലൈൻസ് അതുപോലത്തെ ചില പ്രത്യേക ഓഫറൊക്കെ ഉണ്ടാവും എയർലൈൻസിൻ്റെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ
അതെന്ത് പിന്നെ 60 ഒക്കെ ആണെങ്കിലും അപ്പോൾ 30x30 പിന്നെ അങ്ങനെ 2 പീസാക്കാം 30x30. പിന്നെ ചില എയർലൈൻസിൽ 2 പീസിൽ കൂടുതലും കൊണ്ടുപോകാൻ പാടില്ലാത്ത ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. അത് ട്രാവൽ ഏജൻസികളുമായിട്ടോ അല്ലെങ്കിൽ എയർലൈൻസുമായിട്ടോ കോൺടാക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ വേറെ കാര്യം, ഫ്ലൈനാസിൻ്റെതാണെങ്കിൽ ഇപ്പോൾ ബാഗേജ് ആഡ് ചെയ്യുമ്പോൾ 30 kg പിന്നെ 1 പീസ് ആഡ് ചെയ്താൽ അത് പിന്നെ 45 kg ആവും. അപ്പോൾ എന്ത് ചെയ്യണം? ഫ്ലൈനാസ് ആണെങ്കിൽ ആദ്യമുള്ള 30 kg ഒരു പെട്ടിയിൽ തന്നെ ആക്കണം, പിന്നെ 15 kg എക്സ്ട്രാ ആക്കണം. നേരെ മറിച്ച് അത് ഫ്ലൈനാസിൻ്റെ റൂൾസ് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഹാൻഡ് ബാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഹാൻഡ് ബാഗിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞാൽ എല്ലാ എയർലൈൻസിലും 7 kg ആണ്, എക്സെപ്റ്റ് എയർ അറേബ്യ ഒക്കെ. എയർ അറേബ്യ എക്സെപ്ഷൻ ആണ്. അത് ഇപ്പോഴും അവർ 10 kg വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ 10 kg വെയിറ്റ് കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള എയർലൈൻസിലൊക്കെ എന്താണ് പിന്നെ 7 kg ആണ് ഓൾമോസ്റ്റ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ കോൺടാക്ട് നമ്പറും പേരും എൻ്റെ ഫ്ലൈറ്റ് സ്മാർട്ട് ട്രാവൽസ് അതുപോലെ എൻ്റെ കോൺടാക്ട് നമ്പറും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും ആണെങ്കിൽ ഡ്യൂട്ടി ടൈമിൽ എനി ടൈമിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് വെരി മച്ച്. ഓക്കെ.